വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ്. ഏത് വിഷമവും മാറാനുള്ള മരുന്നാണ് സ്വലാത്ത് എന്നത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് മാറിക്കിട്ടാനുള്ള മരുന്നാണ് സ്വലാത്ത് എന്നത്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അരികിലേക്ക് ഒരു സ്വഹാബി വന്നപ്പോൾ ആ സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിഷമം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനിക്ക് കൊടുത്ത ടാബ്ലറ്റ്, ആ മനുഷ്യനിക്ക് കൊടുത്ത മരുന്ന് സ്വലാത്താണ്. മനുഷ്യ നീ സ്വലാത്ത് ചൊല്ലാനാണ് അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യനിക്ക് സ്വലാത്ത് ചൊല്ലാനാണ് മരുന്ന് കൊടുത്തത്. എന്തിനിക്കുള്ള മരുന്ന് എന്നറിയുമോ സഹോദരന്മാരെ, സഹോദരിമാരെ? ഏത് പ്രശ്നവും വരുമ്പോ, എന്ത് ടെൻഷൻ വരുമ്പോഴും സ്വലാത്ത് ചൊല്ലണം, സ്വലാത്ത് വർദ്ധിപ്പിക്കണം. എല്ലാ പ്രശ്നത്തിനും മരുന്നാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ആമിദുൽ ഗസ്സാലി റഹിമഹുല്ലാഹ് തന്റെ ഗ്രന്ഥമായ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് സങ്കടം പറഞ്ഞപ്പോൾ ആ സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ സ്വലാത്ത് ചൊല്ലാനാണ് പഠിപ്പിച്ചത്. ഉമ്മമാരെ, വീട്ടിൽ ടെൻഷനാകുമ്പോ, പ്രശ്നം വരുമ്പോ, പ്രയാസം വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ, ദാരിദ്ര്യം വരുമ്പോ നാം ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുകയാ വേണ്ടത്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യനോട് സ്വലാത്ത് ചൊല്ലാൻ പഠിപ്പിച്ചത്. നമ്മുടെ അങ്ങകലെ മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അല്ലാഹുവിന്റെ റസൂൽ സ്വലാത്ത് ചൊല്ലാൻ ആ മനുഷ്യനോട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മമാരെ, നമ്മളെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാവൂല. സ്വലാത്ത് വീട്ടിൽ ചൊല്ലിയാൽ ദാരിദ്ര്യമുണ്ടാവൂല. ഈ പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ, വീട്ടിൽ ചെന്നിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് മണിയറയിൽ കിടക്കുകയാണെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 10 സ്വലാത്തെങ്കിലും ചൊല്ലാൻ സാധിച്ചാൽ നമ്മുടെ വീട്ടിൽ സഹോദരി സഹോദരന്മാരെ ദാരിദ്ര്യമുണ്ടാവൂല. അതുകൊണ്ട് ഉമ്മമാരെ, നമ്മുടെ പള്ളിയിൽ, നമ്മുടെ മദ്രസയിൽ മാസം തോറും സ്വലാത്ത് നടക്കുമ്പോ ആ സ്വലാത്തിൽ വരണം, സ്വലാത്തിൽ പങ്കെടുക്കണം, സ്വലാത്തിൽ പങ്കെടുക്കണം. സ്വലാത്ത് മാത്രമല്ല, ദിക്റും ചൊല്ലാറുണ്ട്. നമ്മുടെ മദ്രസയിൽ ദിക്ർ ചൊല്ലാറുണ്ട്, ദിക്ർ ചൊല്ലണം. ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ചൊല്ലാൻ സാധിച്ചാൽ ദഖലൽ ജന്ന, ആ മനുഷ്യൻ സ്വർഗത്തിൽ കടന്നു എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. സ്വർഗത്തിൽ കടക്കുമെന്നല്ല, സ്വർഗത്തിൽ കടന്നു എന്നാണ്. ഫാസ്റ്റ് ടെൻസ് ആണ്, ഫ്യൂച്ചർ അല്ല, പ്രസന്റ് അല്ല. കടന്നു കഴിഞ്ഞു എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. ഉമ്മമാരെ, അത്രയും ഉറപ്പാണ്. കാരണം പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലണമെങ്കിൽ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലണമെങ്കിൽ, അവന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവണമെങ്കിൽ ഉമ്മമാരെ സദാസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സിക്ർ ചൊല്ലണം. സദാസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സിക്ർ ചൊല്ലിയാൽ നമ്മുടെ മദ്രസയിൽ സ്വലാത്തും സിക്റും ചൊല്ലുമ്പോ, മാസം തോറും സ്വലാത്ത് നടക്കുമ്പോ ആ സ്വലാത്തിൽ വന്നിട്ട് സിക്റിൽ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സിക്ർ ചൊല്ലണം. സിക്ർ പതിവാക്കണം. എങ്കിൽ നമുക്ക് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ കഴിയും. ഉമ്മമാരെ, നമ്മുടെ ഈമാൻ ഉറപ്പാണ്. സഹോദരിമാർ ഒളിച്ചോടുന്നു. എന്തുകൊണ്ട്? ഈമാൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഈമാനെ പുതുക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ദിക്റാണ്. ജദ്ദിദൂ ഈമാനക്കും, നിങ്ങളെ ഈമാനെ നിങ്ങൾ പുതുക്കുക, ഈമാനെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. എങ്ങനെയാണ്? ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗല് കൊണ്ട് നിങ്ങളെ ഈമാനെ പുതുക്കാൻ കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല് അവിടുന്ന് ഈമാനെ പുതുക്കാൻ വേണ്ടി കൊടുത്ത മരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. ഉമ്മമാരെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണോ? നമ്മളെ ഈമാനെ പുതുക്കണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. നമ്മുടെ കൽബിനെ പ്രകാശപൂരിതമാക്കണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. വനഫിറൂ ഖുലൂബകും, നിങ്ങളുടെ കൽബുകളെ നിങ്ങൾ പ്രകാശപൂരിതമാക്കുക. ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗല് കൊണ്ട് നിങ്ങളെ കൽബിനെ പ്രകാശപൂരിതമാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജീവിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുവാനും, നമ്മുടെ മദ്രസയിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ സ്വലാത്തിലേക്ക് വരുവാനും, സ്വലാത്തിൽ പങ്കെടുത്ത് പുണ്യം കരസ്ഥമാക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മരിക്കുന്നത് വരെ സ്വലാത്തും ദിക്റും ചൊല്ലുവാനുള്ള സന്മനസ് അല്ലാഹു നമുക്ക് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. കാരണം നമ്മുടെ ഉസ്താദിനെ നിർത്തിയിട്ട് പ്രസംഗിക്കുന്നത് ശരിയല്ല. ഉദ്ഘാടനം എന്ന നിലയ്ക്ക് മാത്രമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഖുർആന്റെ വചനം കൊണ്ട് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല റബ്ബ് നാം ഇവിടെ ഒത്തൊരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഇവരെയും ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ട്, സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്. എല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഇതിനേക്കാളും വിപുലമായിട്ട് 2-3 ദിവസങ്ങളും സ്വലാത്ത് വെക്കാൻ താല്പര്യമുണ്ട്. കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഇതിന് തൗഫീഖ് നൽകട്ടെ. അതിനുള്ള എല്ലാ സാമ്പത്തിക ശേഷി الله നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.